സൂര്യ നിത്യരാക്ഷ നിന്റെ നാമം മഹത്വപൂർണം. നീതി സൂര്യ നിത്യരാജ നിന്റെ നാമം മഹത്വപൂർണം. രാജരാജ യേശുനാഥ നിത്യപീത ആരാധന. രാജരാജ യേശുനാഥ നിത്യപീത ആരാധന. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവിന് ഒരു നല്ല വചനം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 19-ാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ 8-ാമത്തെ വാക്യം, അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അടുത്ത വാക്യം കൊണ്ട്, യഹോഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. നമ്മൾ ഈ വചനത്തിലൂടെ ശ്രദ്ധിക്കുമ്പോൾ വചനം പറയാണ്, യഹോവയുടെ വചനം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. നമ്മളെ തണുപ്പിക്കുന്ന വാക്ക് അത് ദൈവവചനത്തിൽ നിന്നേ കിട്ടത്തും. സ്തോത്രം. ബാക്കിയെല്ലാ മനുഷ്യൻ്റെ വാക്കുകളൊക്കെ ഒന്നെങ്കിൽ നമ്മെ ടെൻഷൻ ആക്കുന്നതായിരിക്കാം, നിരാശപ്പെടുത്തുന്നതായിരിക്കാം, ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കാം, ആകുലപ്പെടുത്തുന്നതായിരിക്കും. പക്ഷേ യഹോവയുടെ വാക്കുകൾ തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. തീർന്നില്ല, അവൻ്റെ സാക്ഷ്യങ്ങൾ വിശ്വാസയോഗ്യമാണ്. വിശ്വസിക്കാം. അത് കർത്താവ് പറഞ്ഞാൽ അത് വിശ്വസിക്കാം, അത് വിശ്വാസയോഗ്യമാണ്. അടുത്ത വാക്ക് പറയണം, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. സ്തോത്രം. ജ്ഞാനമില്ലെന്ന കുറവ്, ജ്ഞാനമില്ലെന്നുള്ള ആ ചിന്തയൊക്കെ അങ്ങ് മാറട്ടെ. കർത്താവിൻ്റെ വചനം നിങ്ങളെ തികവുള്ളവനാക്കുന്നു, സന്തോഷിപ്പിക്കുന്നു. ഇവിടെ പറയുകയാണ് ജ്ഞാനിയാക്കുന്നു. സ്തോത്രം. അതിൻ്റെ താഴേക്ക് വരുമ്പോൾ ഒരു വാക്കുണ്ട്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ആമേൻ. കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. സ്തോത്രം. അത് പൊന്നിലും വലിയ തങ്കത്തെക്കാൾ ആഗ്രഹിക്കത്തക്കയാണ്. എനിക്കതിനകത്ത് നിന്ന് പ്രബോധനം ലഭിക്കുന്നു. അപ്പോൾ ദൈവവചനത്തിൽ നിന്നാണ് നമുക്ക് ഗൈഡൻസുകൾ ലഭിക്കുന്നത്. സ്തോത്രം. അതിനെ പ്രമാണിക്കുമ്പോൾ നമുക്ക് വളരെ പ്രതിഫലം കിട്ടും. ഇപ്പം ദൈവവചനമാണ് നിങ്ങളെ മുൻപോട്ട് നടത്തുന്ന ശക്തി. സ്തോത്രം. ഇന്ന് ഈ വചനം പറയുമ്പം തണുപ്പിക്കുന്ന വചനം നിങ്ങൾക്ക് ദൈവം തരാൻ പോവുകയാണ്. നിങ്ങളെ തികവുള്ളവരാക്കി തീർക്കുന്ന വചനം കർത്താവ് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണുകളെ ശോഭിപ്പിക്കുന്ന വചനം. സ്തോത്രം. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന വചനം, നിങ്ങളെ ജ്ഞാനിയാക്കുന്ന വചനം ദൈവം തരാൻ പോവുകയാണ്. ഒത്തിരി കുറവുകൾ നിങ്ങൾക്കുള്ളവരായിരിക്കാം, ഒത്തിരി ബലഹീനതകൾ നിങ്ങൾക്കുള്ളതായിരിക്കാം. പക്ഷെ നിങ്ങളുടെ എല്ലാ ബലഹീനതയെയും വചനം പരിഹരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അതുകൊണ്ട് നിങ്ങൾ ദിവസവും വചനം വായിക്കുക. അതിനകത്ത് നിങ്ങളെ തൊടുന്ന വചനം എടുത്ത് സംസാരിക്കുക. ആ വചനം തികവുള്ളതാണ്. സ്തോത്രം. അത് നിർമ്മലമാണ്, അത് പൊന്നിനേക്കാൾ വിലയുള്ളതാണ്. സ്തോത്രം. അത് പ്രമാണിക്കുന്നവർ സക്സസ് ആകും, അവർക്ക് ഒത്തിരി പ്രതിഫലം ലഭിക്കും. സ്തോത്രം. ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പലരും നിങ്ങളെ കുറ്റപ്പെടുത്തി, നിങ്ങളെ എല്ലാ കുറ്റങ്ങളും കുറവുകളും മാറ്റാൻ പറ്റുന്ന ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഇന്ന് പകൽ ഒരു തിരിവ് നിങ്ങൾക്കുണ്ടാകട്ടെ. സ്തോത്രം. നെഗറ്റീവ് ഒന്നും നിങ്ങൾ കേട്ട് ഭാരപ്പെടരുത്. ദൈവവചനം നിങ്ങൾ വായിക്കുക. അതിനകത്ത് നിങ്ങൾക്കുള്ള ദൂതുണ്ട്. ആ വചനത്തെ മുറുകെ പിടിക്കുക. ഈ ജനം ഈ ദിവസങ്ങൾ അവർക്ക് നല്ല വചനം ദൈവം കൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം തേനിലും തേൻകട്ടയിലും വിലയേറിയൊരു വചനം ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കും. നിങ്ങൾ ഇനി ഒത്തിരി ദൂരങ്ങൾ യാത്ര ചെയ്യുവാൻ നിങ്ങളുടെ കാലുകൾക്ക് ബലം തരും. സ്തോത്രം. എനിക്കൊരു ഉറപ്പ് കിട്ടുന്നു, നിങ്ങൾ ഒത്തിരി പ്രയോജനപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. നിങ്ങളൊത്തിരി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിലനിൽക്കുന്ന വചനം ദൈവം നിങ്ങൾക്ക് തരികയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
സ്വർഗീയ നല്ല പിതാവേ, തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമേറിയ ഞങ്ങളുടെ വചനത്തെ ഞങ്ങളെ കേൾപ്പിച്ചതിന് നന്ദി പറയുന്നവർക്ക്, തങ്കത്തേക്കാൾ പൊന്നിനേക്കാൾ അത് ആഗ്രഹിപ്പത്തക്കവണ്ണം അത്രയ്ക്ക് വിലയേറിയ വചനമാകിയ ഞങ്ങൾ സ്തോത്രം ചെയ്തു. കർത്താവെ, ഞങ്ങളുടെ വചനം നിർമ്മലമായത്, യേശു ആ വചനം ഞങ്ങളെ തികവുള്ളതാക്കി മാറ്റുന്ന അങ്ങയുടെ ശക്തിക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. കർത്താവ്, ഇന്ന് രാവിലെ കാലം ഞങ്ങളെ കേൾപ്പിച്ച ആ പ്രാണനെ തണുപ്പിക്കുന്ന വചനത്തിനായി സ്തോത്രം ചെയ്യും. ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഞങ്ങളുടെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്ന ഞങ്ങളുടെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ കർത്താവെ കുഞ്ഞു പൈതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ബുദ്ധിയെ തുറന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജ്ഞാനത്തെ വർദ്ധിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കണ്ണുകളെ അങ്ങ് പ്രശോഭിപ്പിക്കുന്നതിന് നന്ദി പറയും. കണ്ണിനെ ശോഭയുള്ളതാക്കി ഞങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ചയെ വർദ്ധിപ്പിക്കുന്ന അങ്ങയുടെ വിലയേറിയ സ്നേഹത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് പൽക്കാലവും കർത്താവ് കേട്ട വചനത്തിൽ ഞങ്ങളെ വഴി നടത്താൻ പോകുന്നതിന് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഈ വചനത്തെ നിങ്ങൾ ഇന്ന് കൺഫസ് ചെയ്യണം. എനിക്ക് വേണ്ടതെല്ലാം ദൈവവചനത്തിലുണ്ട്. തികവുള്ളവാക്കി മാറ്റുന്ന, എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന, എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന, സ്തോത്രം സ്തോത്രം ആമേൻ, വിശ്വാസയോഗ്യമായ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന, സ്തോത്രം ആമേൻ, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന, ആമേൻ, ദൈവത്തിൻ്റെ വചനം എനിക്കുണ്ട്. നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. നിങ്ങൾക്ക് പ്രബോധനം ലഭിക്കാൻ പോകുകയാണ്, നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാൻ പോകുകയാണ്. യെസ്, എനിക്ക് ദൈവം പ്രതിഫലം തരുന്നു. നിങ്ങളത് കൺഫസ് ചെയ്യുക. കർത്താവെ, ഞങ്ങൾ ഈ മക്കളെ ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, നിൻ്റെ ബ്ലെസ്സിങ് ഈ കുടുംബത്തിൻ്റെ കൂടെ ഇരിക്കട്ടെ, ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. അവർ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടു, ഏറ്റവും ഉയരങ്ങളിലെത്തിയിരിക്കട്ടെ. ഇവരെ കൈപിടിക്കാൻ ആരുമില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനം അവരെ കൈപിടിച്ച് ഉയർത്തണമേ. അവർക്ക് വചനം കൊടുക്കണമേ. അവരെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അവർക്ക് ഏറ്റവും സന്തോഷവും ആനന്ദവുമാക്കി തീർത്തതിനായി സ്തോത്രം. മുഴുമഹത്വം കർത്താവിന്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷത്തോടെ ആയിരിക്കുക. ഇന്നത്തെ ദിവസം മുഴുവൻ കർത്താവുണ്ട്. ഈ വചനത്തെ നിങ്ങൾ പങ്കുവെക്കുക. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു. ഷലോം.